എൻ്റെ കൂടെ ഇരിക്കുന്ന ചേച്ചിയെ എൻ്റെ കൂടെ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി വീഡിയോ എടുക്കുമ്പോൾ ചേച്ചി നോക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി യൂട്യൂബിൽ ഇടാനാണ് പറഞ്ഞപ്പോൾ ചേച്ചി ചിരിച്ചു കേട്ടോ. ചേച്ചിക്ക് മാത്രമേ അവിടെ താല്പര്യമുള്ളൂ വീഡിയോ എടുക്കാൻ, വേറെ ആർക്കും അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ. ഇന്നൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയിലും ക്ലാസ് ഉണ്ട് കേട്ടോ. 2 ശനിയാഴ്ച ഉണ്ടാവും ക്ലാസ്, പിന്നെ എല്ലാ ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട്. എന്നും ഇങ്ങനെ വണ്ടി ഓടിച്ച് ബുദ്ധിമുട്ടിൽ ജീവിച്ചാൽ പോരല്ലോ, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ. അങ്ങനെയാണ് പഠിക്കാമെന്നുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടുള്ളത്. അന്ന് നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും നമുക്ക് മടിയാണല്ലോ. അപ്പോൾ തയ്യലാണ് ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ ഞാൻ തയ്യലിൻ്റെ പിന്നാലെ പോയി. അങ്ങനെ തയ്യൽ പഠിച്ചു കേട്ടോ. തയ്യൽ പഠിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ, നമുക്ക് വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് വേണമല്ലോ. അങ്ങനെയാണ് വീണ്ടും പഠിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അങ്ങനെ രാവിലെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഫോൺ എടുക്കാറ് തന്നെ ഇല്ല. ആരെങ്കിലും ഓട്ടം വിളിച്ചാൽ എനിക്ക് ടെൻഷനാവും, പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുള്ള ടെൻഷൻ. അപ്പോൾ ഇന്ന് എനിക്ക് 4 മണിക്ക് ശേഷം ഒരു ഒറ്റപ്പാലം ഒരു ഓട്ടം ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ എല്ലാ ഓട്ടങ്ങളും കളഞ്ഞിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ഒരുവിധം വിളിക്കുന്നവർക്കൊക്കെ അറിയാം, ഞാനിപ്പോൾ പോകൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടായി ക്ലാസ്സിന്. അപ്പോൾ ഒരുവിധം പേർക്കൊക്കെ അറിയാം ഞായറാഴ്ച എനിക്ക് ക്ലാസ്സാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞായറാഴ്ച ഒരുവിധം പേരൊന്നും എന്നെ അറിയുന്നവരൊന്നും എന്നെ വിളിക്കാറില്ല, അറിയാത്തവരാണ് വിളിക്കുക. അവരോട് ഞാൻ കാര്യം പറയാറുണ്ട്. അങ്ങനെ ഒരു മുട്ടപ്പേരിയും കുറച്ച് പടവലങ്ങ തോരനും വെച്ചു, വെണ്ടക്ക കറിയും വെച്ചു കേട്ടോ. അപ്പോൾ ഇക്കാക്കുള്ള ചോറ് കൂടി ഉച്ചക്കൾക്ക് ശരിയാക്കണമല്ലോ. പിന്നെ ഞങ്ങൾക്ക് ക്ലാസ്സിന് കുറച്ച് ചോറ് കൊണ്ടുപോകണം, കുറച്ച് കൂടുതലും കൊണ്ടുപോകും കേട്ടോ, ഫ്രണ്ടിനൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അമ്പഴങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ എടുത്തു. വെണ്ടക്ക കറി എടുത്തു, ഉപ്പേരി എടുത്തു, മുട്ട ഉപ്പേരി എടുത്തു കേട്ടോ. അങ്ങനെ ക്ലാസ്സിന് പോകാനായിട്ട് റെഡിയായി. നല്ല മഴയായിരുന്നു കേട്ടോ. വണ്ടി എടുത്തിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ പിടിച്ചിട്ടുള്ള മഴ സ്കൂളെത്തുന്നത് വരും ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റായി എന്ന് വെച്ചാൽ നല്ല മഴ കാരണം വണ്ടി ഓടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. അവിടെ എത്തുമ്പോൾ എല്ലാവരും ഒന്ന് ലേറ്റായിട്ടാട്ടോ വന്നത്. എന്നും ക്ലാസ് തുടങ്ങിയിട്ടാണ് ഞാൻ എല്ലാ ആഴ്ചയിലും ഞാൻ എത്താറ്. ഈ ആഴ്ചയിൽ മാത്രം ഞാൻ ക്ലാസ് ടീച്ചർ വരുന്നതിന് മുമ്പ് ക്ലാസ്സിലെത്തി, അല്ലെങ്കിൽ എന്നും ക്ലാസ് തുടങ്ങും ഞാൻ എത്തുമ്പോൾ. നല്ല മഴയായിരുന്നു. അങ്ങനെ ക്ലാസ്സിലെത്തി. ഇന്ന് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ടീച്ചറുടെ അടുത്ത് പോയിട്ട് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെന്ന് പറയാൻ ഞങ്ങളെല്ലാവരും ഒരു പ്രായക്കാരല്ല, പലരും പല പ്രായക്കാരാണ്. എന്നെക്കാട്ടും പ്രായം കുറഞ്ഞവരുണ്ട്, എന്നെങ്കിലും കൂടിയവരുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവരും നമുക്ക് ചെറുപ്പകാലം ഒന്നുകൂടി വന്നതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു.